പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി. പാപികളായ ഞങ്ങളോട് കരുണ ചെയ്യുന്ന മിശിഹാരാജാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പറയണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിക്കണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവിൽ പ്രിയ മകനായ ഷിജിൻ എ വൈദ്യൻ, നിന്റെ അടുക്കൽ നിൽക്കുന്ന ഈ ആൻ മേരി വില്യത്തെ ക്രിസ്തീയ പ്രമാണവും തിരുസഭയുടെ നിബന്ധനകളും അനുസരിച്ച് വിവാഹം ചെയ്യാൻ സമ്മതമാണ്. കർത്താവിൽ പ്രിയ മകളായ ആൻ മേരി വില്യംസ്, നിന്റെ അടുക്കൽ നിൽക്കുന്ന ഈ ഷിജിൻ എ വൈദ്യനെ ക്രിസ്തീയ പ്രമാണങ്ങളും കത്തോലിക്ക തിരുസഭയുടെ നിബന്ധനകളും അനുസരിച്ച് വിവാഹം ചെയ്യാൻ സമ്മതം. സാക്ഷികൾ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിൽ ദൈവമായ കർത്താവേ, നീ മുഖാന്തരവും നിന്നോട് കൂടെയും ഞങ്ങളുടെ സന്തോഷങ്ങൾക്ക് ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിന് പൂർത്തീകരണം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സൗഭാഗ്യത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ശരീരങ്ങളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. കാരുണ്യപൂർവം ഞങ്ങളുടെ ദുഃഖങ്ങൾ മായിച്ച് ദയാപൂർവം ഞങ്ങളുടെ സുകൃതങ്ങൾ വർദ്ധിപ്പിക്കണമേ. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമാവുകയും ചെയ്യണമേ. ഈ മണവാളൻ പൂർണ്ണനും ഈ മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്നോട് ആദ്യം മുതൽ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല വിശുദ്ധരോടും കൂടെ അക്ഷയഭാഗ്യങ്ങളിൽ ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ സംഘങ്ങളിലും നിന്റെ വാത്സല്യ ഭാജനങ്ങളുടെ ഗണങ്ങളിലും ചേർന്നു നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും അർപ്പിക്കുമാറാകണമേ. മറൻ വാലോഹാൻ ലവൽമീൻ. ധന്യൻ വിൺമൺവാസികളെ ആമോദിപ്പിച്ചോൻ, ഭക്തർക്കരുളുക കരുണാബ്ദേ മശീഹ സന്തോഷം. രക്ഷകരെ വൈദിക തിരുനാമത്തിൽ നൽകിയിടും മോദിരഘോഷകളെ സദയം വാഴ്ത്തുക തൃക്കൈയാ. മോതിരമേകി തിരുസഭയെ
മശീഹ വധുവാക്കി പരിപാവനതനുരുധിരങ്ങൾ കൈക്കൊണ്ടവളും വിമോചന അടിയായും ചീടട്ടെ വാഴ്ക്കുമോ ബോലബറുവൽ റൂഹോ കാദീശോ പോലും വാദാവല്ലോ മീനാമി വാനവരൊപ്പം വാനവരും വാട്ടി പാടിടും പ്രാതാത്മജരു കുദിശായ ത്രിത്വം ആരാധ്യം മുറിയോറാകെ പലരും അതാരേ ബാറഖ്മോർ പിതാവും പുത്രനും പരിശുദ്ധാരൂഹായുമായ ദൈവമേ, സ്വർഗത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും അനുരഞ്ജിപ്പിച്ച അതിന്റെ സമാധാനം അന്യോന്യം സമർപ്പിതരായിരിക്കുന്ന ഞങ്ങളുടെ ഈ സഹോദരങ്ങളെ സംയോജിപ്പിക്കണമേ. ഇവർ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുവാനും സന്തോഷപൂർവം സ്വീകരിക്കുവാനും തക്കവണ്ണം ഇവർക്ക് ഹൃദയൈക്യം നൽകണമേ. ഓശോ വാപ്ഖൂലിസ്ബാലമൽമീ എൻ മനമേ സദ്വജനമുതിർക്കഹലേ ലൂയാ വിവരിക്കൂ നിൻ നൃപനോടൻ കൃതികൾ കാദീശോ ഉപമകളാൽ സ്ലേമോൻ ചൊന്നേവം ചാരുമുഖി പാരം നീ ശ്ലാഘിക്കും നിൻ പ്രിയനേവൻ എന്നാഥൻ പതിനായിരമതിലു തമനാം പ്രബലം ലബനോ ആത്തിടുകിൽ ദൈവസമൻ ഉന്നതനാമിവനെ നാം വാഴ്ത്തിയിടും. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കരുണവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും
അനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടവിടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ബാരിക്കുമോർ. പുറജാതികളുടെ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും സകലവിധ കളങ്കങ്ങളിൽ നിന്നും അവളെ തന്റെ നിർമ്മല രക്തത്താൽ പൗത്രീകരിക്കുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. അവൻ ഭൗമിക സഭയുമായി വിവാഹ നിശ്ചയം ചെയ്ത് സ്വയം അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുക്കളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവവിധമായ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അവൾക്ക് മോചനം നൽകുകയും ചെയ്തു. തൻ്റെ സഭയുടെ വിവാഹ വിരുന്നിന് സകല വിജാതികളെയും സജാതികളെയും പ്രവാചകന്മാരെയും സ്ലീഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ച കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അവൻ സദാസരുടെ മോതിരങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും എന്നേക്കും യോഗ്യമാകുന്നു. ബാറക്കുമോ ബക്കുലഹല്യാവുമോ സുദ്ഹായായി അനുഗ്രഹങ്ങളുടെ ഉറവയായ ദൈവമേ, നിന്റെ സൃഷ്ടിയെ നീ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കി കരുണാപൂർവ്വം സഹായിക്കുകയും അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ സ്വീകരിക്കുകയും ചെയ്തു. നീ മനുഷ്യരുടെ സർവ പരിജ്ഞാനത്തിന് ഉപരിസ്ഥനും അതീതനും സദാ നന്മകളിൽ സമർത്ഥനും തിന്മകളിൽ നിന്ന് വിദൂരസ്ഥനുമാകുന്നു. നീ അനശ്വരമായ വെടിപ്പുള്ള മൂറോനും അനാദ്യതമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധം നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളം കൊണ്ടവേ ദൈവോടെ അവളെ നിറയ്ക്കുകയും ചെയ്തു. മഹത്വത്തിന്റെ നിലയെങ്കി നീ അവളെ ധരിപ്പിച്ചു. വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അവൾക്ക് നീ വിവാഹം നിശ്ചയം ചെയ്ത് അവളെ നിന്റെ മണവാട്ടിയാക്കി തീർത്തു. ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ നീ ചവിട്ടി ജയം നൽകുന്ന നിന്റെ തിരുശരീരവും തിരുരക്തവും അവൾക്ക് നീ മോതിരമായി വെടിപ്പോടെ നൽകുകയും നിന്റെ സന്തോഷ രശ്മിയാൽ അവളെ പ്രശോഭിക്കുകയും ചെയ്തു. ദൈവിക ദാനത്താൽ അവളെ നിന്നോടുകൂടി വസിപ്പിച്ച് വിശുദ്ധ സ്ലീഹന്മാർ മുഖേന പരിപൂർണയാക്കി. സ്ത്രീ പുരുഷന്മാരുടെ വിവാഹം നിശ്ചയം മോതിരത്തിൽ കൂടി നിവൃത്തിയാകണമെന്ന് വിവാഹം നിശ്ചയം ചെയ്തവരുടെ ആനന്ദം മോതിരത്തിൽ കൂടി പൂർണ്ണമാകണമെന്ന് നിശ്ചയിച്ചവൾ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ വന്യപിതാവിന്റെ കൈകളാൽ വാഴ്ത്തപ്പെടുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ കരുണാപൂർവ്വം വാഴ്ത്തി ഇവരുടെ ബന്ധത്തെ വിശദീകരിക്കണമേ. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ വാഴ്ത്തിയ പ്രകാരം ദൈവിക ആശീസ്സുകളാൽ ഈ മോതിരങ്ങളെ വാഴ്ത്തണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളനും പുത്രിയായ മണവാട്ടി ജ്ഞാനത്തിൽ പരിപൂർണരായി തീരണമേ. ഇവർ നിന്റെ അനുഗ്രഹം പ്രാപിച്ച് നിന്നെ പ്രവർത്തിക്കുകയും തിരുമുൻപാകെ നിന്ന് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെ ഇടപെടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും
രണ്ട് ലോകങ്ങളിലും വന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. പരിപാവന സഭയെ വാനോൻ കാന്തൻ വരണം ചെയ്തു സീമോന്യോ എന്നിവരെ ആഹ്വാനം ചെയ്തേൽപ്പിസേവം മൂടുപടം മോതിരം ദണ്ഡിവയാൽ താമാർ വിജയം സമ്പാദിച്ചു സഞ്ചിയതും കല്ലും കവണയുമാ വെന്നാൻ ഗോല്യാത്തിന് ദാവീദും വ്രതനിഷ്ഠയും നൈർമല്യവുമുള്ള ആത്മാക്കളെ തനിക്കായി നിശ്ചയം ചെയ്യുന്ന സത്യമണവാള, നിന്റെ പ്രാഭവത്തിൻ മുന്നിൽ നിൽക്കുന്ന എളിയവരായ ഞങ്ങളുടെ മധ്യസ്ഥതയിൽ നിന്റെ ഈ ദാസർ പരസ്പരം നിശ്ചയം ചെയ്ത് നിന്നെ അവരുടെ ദാമ്പത്യത്തിന്റെ മധ്യസ്ഥനായി സ്വീകരിച്ചിരിക്കുന്നു. ഇവരിൽ നിന്ന് സുഹൃത നടപടികളുടെ ഹൃദയപരിമളം വീശുവാനും ഇവർ തമ്മിൽ യഥാർത്ഥ സ്നേഹവും ശാന്തിയും സമാധാനവും ഐക്യവും ഉണ്ടാകുവാനും നീ ഇടയാക്കണമേ. ആത്മാവിലും ശരീരത്തിലുമുള്ള നൈർമല്യം കാക്കുന്നതിന് അന്യോന്യം സഹായിക്കുവാൻ ഇവരെ ശക്തരാക്കണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. കാരുണ്യത്താലും ബഹുലവും സനാതനവുമായ കൃപയാലും ഈ മോതിരങ്ങൾ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. വിശുദ്ധ സഭയുടെ മക്കളുടെ സന്തോഷപൂർത്തിക്കായി ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശു മിശിഹ തന്റെ വലത് കൈ കരുണാപൂർവം നിന്നിലേക്ക് നീട്ടട്ടെ. നിന്റെ വിവാഹ ഉടമ്പടിയുടെ മോതിരത്തോടൊപ്പം കാരുണ്യവാനായ അവിടുത്തെ കൃപയും അനുഗ്രഹവും നീ പ്രാപിക്കട്ടെ.
നന്മകൾ നിറഞ്ഞതും വാഴ്വുകൾ നൽകുന്നതുമായ വലങ്കൈ നിന്നോടുകൂടിയായിരിക്കുകയും ആയുഷ്കാലം മുഴുവൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹ തന്റെ അനുഗ്രഹപൂർണമായ വലത് കൈ അദൃശ്യമായി നിന്നിലേക്ക് നീട്ടട്ടെ. വിശുദ്ധ സ്ലീഹന്മാരിൽ നിന്നെന്ന പ്രകാരം വിശുദ്ധ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹ ഉടമ്പടിയുടെ ഈ മോതിരം നീ സ്വീകരിക്കുക. ആത്മശരീരങ്ങളുടെ ആരോഗ്യത്തോടും ഹൃദയ സന്തോഷത്തോടും കൂടെ നമ്മുടെ കർത്താവിനും അവന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും നീ സ്തുതി അർപ്പിക്കണം. വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ അഭിഷിക്തൻ വഴി പൂർത്തീകരിച്ച ദൈവം അന്യോന്യം വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ഈ മക്കളെ സത്യത്തിലും നീതിയിലും പൂർണ്ണരാക്കട്ടെ. ഇവർ സ്വീകരിച്ച മോതിരങ്ങളോടൊപ്പം സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർ പ്രാപിക്കട്ടെ. കർത്താവ് സകല കപട സ്നേഹവും ഇവരിൽ നിന്ന് നീക്കിക്കളയട്ടെ. അന്യോന്യം സ്നേഹിക്കുവാൻ തക്കവണ്ണം സ്നേഹാഗ്നിയാൽ ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കട്ടെ. ലില്ലിപുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിവാഹതയിൽ തങ്ങളുടെ മനസാക്ഷിയെ നയിക്കുവാൻ ഇവർക്ക് ഇടയാകട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല പാതയെ നശിപ്പിക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിക്കട്ടെ. കർത്താവ് പരിവാഹതയാൽ ഇവരെ അലങ്കരിക്കട്ടെ, വിനയത്താൽ ശ്രേഷ്ഠരാക്കട്ടെ. ഇസഹാക്കിന്റെയും റെബേക്കായുടെയും വിവാഹ നിശ്ചയം സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരുടെ ഉടമ്പടിയെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണമാക്കട്ടെ. മണവാളനെ തന്നെ വീണ്ടെടുപ്പ് വഴി ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ അക്ഷയമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് എന്നതിൽ അധികമായി വിശുദ്ധിയുടെ മുദ്രയാൽ ഇവർ അലങ്കരിക്കപ്പെടട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും സഹവാസവും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ സംസ്കരണത്തിനും ഉതകുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിക്കട്ടെ. കർത്താവ് തിരുസന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, അങ്ങേ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ കേൾക്കണമേ. ഈ ദമ്പതികൾക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സന്തോഷകാലങ്ങളെയും നൽകണമേ. സുഹൃതങ്ങളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തണമേ. ഇവരുടെ സന്താനങ്ങൾക്ക് അത് അവകാശമായി കൊടുക്കാൻ സഹായിക്കണമേ. വിജയപ്രദമായ സ്ലീബായാൽ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഞങ്ങളെല്ലാവരിലും നിന്റെ കരുണ എന്നേക്കും വർഷിക്കുമാറാകണമേ. ദൈവം അംഗീകരിച്ച ഈ കർമ്മത്തിന് സാക്ഷികളാകുവാൻ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ നിങ്ങളുടെ പ്രയത്നത്തിന് 30, 60, 100 മടങ്ങ് അവൻ പ്രതിഫലം നൽകട്ടെ. നമ്മുടെ കർത്താവിന്റെ ശ്ലീബ രാവും പകലും നിങ്ങളോടുകൂടി സ്ഥിതി ചെയ്ത ദുഷ്ടനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. കിരീടം വാഴ്വിന്റെ ശുശ്രൂഷ ഇവിടെ സമാപിക്കുന്നു. കിരീടം വാഴ്വിന്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ വധുവും വരനും അവർ പരസ്പരം സമ്മതം കൊടുത്ത് ക്രിസ്തീയ പ്രമാണം, തിരുസഭയുടെ നിബന്ധനകൾ ഇവ അനുസരിച്ച് ക്രിസ്തീയ കുടുംബത്തിൻ്റെ എല്ലാ ശിക്ഷണക്രമത്തിലും
കർത്താവിനോടൊപ്പം ജീവിച്ച് കൊള്ളാം എന്ന് പ്രതിജ്ഞ ചെയ്ത് സഭ അത് സ്വീകരിച്ച് ഇവരുടെ അനുഗ്രഹത്തിൻ്റെ അടയാളമായ മോതിരം പരസ്പര സമ്മതത്തിൻ്റെ അടയാളപ്പെടുത്തപ്പെട്ട രൂപത്തിൽ പരസ്പരം ആശീർവദിച്ച് മനസ്സ് കൊടുക്കുകയും മോതിരം അതിൻ്റെ അടയാളമായി ആശീർവദിച്ച് ഇവരെ അണിയിക്കുകയും ചെയ്തു. കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷ, ഇവർക്ക് പുതുതായി ദൈവമേൽപ്പിക്കുന്ന നിയോഗം, ആ നിയോഗത്തിൽ ദൈവത്തിൻ്റെ മഹത്വത്തിൽ ഇവർ പങ്കുകാരാവുകയാണ്. കിരീടം ധരിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിൽ ഇവർ പങ്കുകാരാകുന്നു എന്നത് സൂചിപ്പിക്കുകയാണ്. നിയോഗം ലഭിക്കുമ്പോൾ അതിനനുസൃതമായ ദൈവകൃപ നമുക്കേവർക്കും ലഭിക്കും. ഈ മക്കൾ സ്വീകരിക്കുന്ന കുടുംബജീവിതമെന്ന പുതിയ നിയോഗത്തിന് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പങ്കും ഓഹരിയും അവകാശവും ഇവർക്ക് ലഭിക്കുകയാണ്. ഇവരെന്നും ദൈവത്തോട് വിശ്വസ്തരായിരിക്കാൻ ഹൃദയം തുറന്ന് ഈ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിൽ എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. ദൈവമായ കർത്താവേ, അനന്തമായ വിരുന്നിനും അനശ്വരമായ മണവറയ്ക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട അതിഥികളോടൊപ്പം നിന്റെ ശാശ്വത സന്തോഷത്തിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരോട് കൂടെയും അവരുടെ ഇടയിലും ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. മോറൻ വാലുഹാൻ ലോൽ മീൻ. പൂർവപിതാക്കന്മാർ തുടങ്ങി ഇന്നോളം കുടുംബമായി ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ചത് ഓർത്ത് ഈ മക്കളെയും കുടുംബമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. പൂർവപിതാക്കന്മാരെ അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും അവരുടെ സന്തതി പരമ്പരകളെയും കുടുംബമായി ദൈവം കാത്ത് പരിപാലിച്ചു. മനുഷ്യകുലത്തിൻ്റെ അടിസ്ഥാന ഘടകമെന്നത് ദൈവ കൃപയിലെ ഈ കുടുംബമാണ്. കുടുംബമായി ഈ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് നാം ഒരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. ആരോഗ്യമുള്ള എല്ലാവർക്കും ദയവായി എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് ഈ ശുശ്രൂഷയിൽ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ദാസരെ വാഴ്ത്തട്ടെ നാഥ, ദയ ചെയ്തിടണമേ. ഈ ദാസരെ വാഴ്ത്തട്ടെ നാഥ, ദയ ചെയ്തിടണമേ എന്ന് എല്ലാവർക്കും ഈ മക്കൾക്കായി പ്രാർത്ഥിക്കാം. ആദിമനീതിജ്ഞരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ആദം ഹവ്വ ഇവരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഇവരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഇവരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ
തൻ ബഹുകൃപയാൽ ഈ ദാസരെ പിന്നെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ദൈവമായ കർത്താവേ, പരസ്പരം സംയോജിതരായിരിക്കുന്ന ഈ നിന്റെ ദാസരെ നിന്റെ നിലവരങ്ങൾ സമൃദ്ധി കൊണ്ട് ശ്രേഷ്ഠരാക്കുകയും നാല്യങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. അവിടുത്തെ ദിവ്യകന്മയിൽ നിന്നുള്ള ആനന്ദം കൊണ്ടുവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധായുമായുള്ളവേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി നിനക്ക് സ്തുതി പാടുകയും തിരുസിനെ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ബാറക്കുമോർ ഹോശോ വബകുല സുബ്ഹാൻ നിൻ ശക്തിയിലരജൻ മോദിക്കും നാഥാ. ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ രക്ഷയിലവനേറ്റം തോഷിക്കും. മണവറനിൽ കാന്തൻ സ്ഥാപിച്ചാൻ എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. നിത്യനായ കർത്താവേ, സ്വർഗീയവും ഭൗമികരും നിന്നെ സ്തുതിക്കുന്നു. നീ അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനാകുന്നു. നീ മോചിക്കുന്നതെല്ലാം മോചിക്കപ്പെടുന്നു, ബന്ധിക്കുന്നതെല്ലാം ബന്ധിക്കപ്പെടുന്നു. മണവാളന്മാർക്കും മണവാട്ടികൾക്കും കിരീടം പ്രദാനം ചെയ്യുന്ന നിനക്ക് നിന്റെ ദാസരുടെ കിരീടങ്ങൾ വാഴ്ത്തുന്ന ഈ സമയത്തും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും
ആരാധനയും യോഗ്യമാകുന്നു. ബർക്കുമോ ദൈവമായ കർത്താവേ, സകല സ്വർഗീയ സൈന്യങ്ങളും ഭക്ത്യാദരപുരസ്സരം നിന്നെ മാതൃപ്രതിയും മഹോന്നതങ്ങളിൽ അഗ്നിമാന്മാരുടെ ഗണങ്ങൾ നിന്റെ പ്രാഭവത്തിൽ ഭയതരാകുകയും ചെയ്യുന്നു. കൃപാദാനങ്ങളിൽ നീ ഉത്സുകനാകുന്നു. ശിക്ഷാർഹരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവെ, ദേശാടനം ചെയ്യുന്നവരെയും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി കഴിയുന്ന സ്ഥിരവാസികളെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദയയുടെ തണലിലും സങ്കേതം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും നീ അനുഗ്രഹിക്കണമേ. എല്ലാ പ്രവൃത്തികളിലും നല്ലവരായി തീരുവാൻ ഇവരെ നീ സഹായിക്കണമേ. ഇവരുടെ പ്രയാണം നിന്റെ സത്യത്തിൽ കൂടിയാകുവാനും നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ നയിക്കണമേ. സ്വർഗരാജ്യത്തിലെത്തിക്കുന്ന നേർപാതയിൽ സഞ്ചരിക്കുവാൻ ഇവർക്ക് നീ കൃപ നൽകണമേ. ഒരാധ്യാത്മികമായ നൽവരങ്ങളിൽ താല്പര്യമുള്ളവരും പാപമാകുന്ന മരണത്തിൽ നിന്ന് അകന്നവരുമായിരിക്കുവാൻ ഇടയാക്കണമേ. ഇവർ ഒരുമിച്ച് ശപിക്കപ്പെട്ട സാത്താന്റെ ദാസ്യത്തിൽ നിന്ന് ഓടിയകന്ന് നിന്റെ പരിശുദ്ധിയെ സമീപിക്കുവാൻ തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ നീ ഐക്യപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്ത്രീ സ്തോത്രവും സമർപ്പിക്കും. പാർക്കുമോ സ്ലേമോൻ രാജൻ വിമല സഭേ നിന്നെ ശ്ലാഘിപ്പൂ. സുന്ദരികളിലൊരു സുന്ദരി നീ, ജാതികളിൽ സുന്ദരി. നിന്റെ ധരങ്ങളിൽ മധുവർഷിക്കുന്നു വസനസുഗന്ധം പനിനീർക്കുസുമസവം. സഭയവനൊന്നേ നീ മൗലികീണ്ടാത്തോ. ശ്രീയായി വന്നിപ്പതില രാജാശിവ ഹല്ലേലൂയ. ആലീയം നിന്നെ പാർക്കുമോ. അത്യുന്നതനാം ദൈവത്തെ പുലരി വാഴ്ത്തിയിടും. പക്ഷിയോടൊപ്പമിത സമസ്തുതിയാക്കുന്നു. ഉടയവനെ
വെള്ളത്തെ മേൽത്തരം വീഞ്ഞാക്കി മാറ്റിയ മനുഷ്യ സ്നേഹിയും നീതിയുടെയും സത്യത്തിന്റെയും മണവാളനുമായ കർത്താവേ, ഈ സുഗന്ധധൂപം കരുണാപൂർവം സ്വീകരിച്ച നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പിൽ തലവണങ്ങി നിൽക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. കരുണാപൂർണമായി നിന്റെ വലത് കൈവരിൽ ആവസിപ്പിക്കണമേ. ഞങ്ങളെല്ലാവരും നിന്റെ വലതു ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കാരുണ്യം ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. വിശുദ്ധനായ പൗലോസ് ശ്ലീഹ എഫെസസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ബാറക്കുമോ അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും മിശിഹായോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുകയും ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും. എന്തെന്നാൽ മിശിഹാ തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. മിശിഹാ തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ മിശിഹായ്ക്ക് വിധേയായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, മിശിഹാ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. മിശിഹാ സഭ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായെയും അവന്റെ സഭയെയും കുറിച്ചാണ് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ബാറക്കുമോ അങ്ങയുടെ ആത്മാവിൽ ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവേ മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് നമ്മുടെ സ്തുതികളും പരിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരമെടുത്ത ജീവന്റെ വചനമായ ദൈവവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുതമ്പുരാന്റെ പരസ്യ ജീവിതകാലത്ത് ഇപ്രകാരം അരുൾ ചെയ്തു. അങ്ങനെ യേശുതമ്പുരാൻ ഗലീല വിട്ട് യോർദാനക്കരെ യൂദയായുടെ അതിർത്തിയിലെത്തി. വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിക്കുകയും അവൻ അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. ഫരിസേയർ അടുത്ത് എന്നവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന്
അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീടൊരിക്കലും അവർ രണ്ടല്ല ഒരു ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതെ ഇരിക്കട്ടെ. ഉശൈനോ കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മുടെ ഈ മക്കൾ സജനും ആനും ദൈവത്തിൻ്റെ പ്രത്യേകമായ സംരക്ഷണയിലും നടത്തിപ്പിലും അവരൊരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൻ്റെ തലമുറകളെ ബാധിക്കുന്ന, അതിനെ സ്വാധീനിക്കുന്ന ഒരു തീരുമാനത്തിലേക്കും അതിൻ്റെ ദൈവീകമായ ആഴങ്ങളിലേക്കുമുള്ള പ്രവേശനമാണ്. കർത്താവ് തൻ്റെ ഈ ലോകത്തിലേക്കുള്ള തൻ്റെ വരവും നമ്മെ പ്രതിയുള്ള അവിടുത്തെ പീഡാനുഭവം, കുരിശുമരണം, അതിനെക്കുറിച്ചെല്ലാം വിശുദ്ധ യോഹന്നാൻ ഇങ്ങനെയാണല്ലോ സാക്ഷ്യപ്പെടുത്തുക: അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ച് പോകരുത്, അവർ നിത്യജീവൻ പ്രാപിക്കണം. അതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം അത്രമാത്രം നമ്മെ സ്നേഹിച്ചു. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ: അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകരുത്, അവർ നിത്യജീവൻ പ്രാപിക്കണം. അതിന് ദൈവം കൊടുക്കുന്ന വില ക്രൂശിൽ വലിച്ചു നീട്ടപ്പെട്ട തൻ്റെ പുത്രനാണ്. അതുകൊണ്ടാണ് നാം പറയുക, അവൻ നമ്മെ തൻ്റെ തിരിച്ചോരയാൽ രക്ഷിച്ചു, നമ്മെ വീണ്ടെടുത്തു, നമ്മെ സ്വന്തമാക്കി. ഈ സ്വന്തമാക്കിയ അനുഭവത്തിൽ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ നമ്മെക്കുറിച്ചുള്ള സ്വപ്നം പങ്കുവയ്ക്കുന്നത്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാൻ, അത് സമൃദ്ധമായി ഉണ്ടാകാൻ. ഇങ്ങനെ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരെ കുറിച്ചുള്ള കർത്താവിൻ്റെ സ്വപ്നം പങ്കുവയ്ക്കുകയാണ്. ജീവൻ ഉണ്ടാകണം, അത് സമൃദ്ധമായി ഉണ്ടാകണം. ലൈഫ് ഇൻ അബൻഡൻസ്. ജീവൻ എന്ന് പറയുന്നതിന്റെ പരിമിതമായ അർത്ഥത്തിലല്ല, അതിന്റെ മുഴുവൻ സത്തയും ചേർത്ത് കർത്താവ് പറയുന്നു, ജീവന്റെ സമൃദ്ധി ഉണ്ടാകണം. ഞാൻ വിലയ്ക്ക് വാങ്ങിയിട്ടുള്ളവർ ജീവന്റെ സമൃദ്ധിയിലേക്ക് പ്രവേശിക്കണം. അവർക്ക് സന്തോഷിക്കാൻ കഴിയുമോ? അതോ എപ്പോഴും നിരാശയിലും ദുഃഖത്തിലും കാണപ്പെടുകയും ജീവിക്കുകയും ചെയ്യണമെന്നാണോ? കർത്താവ് പറയുന്നു, നിങ്ങൾ സന്തോഷമുള്ളവരായിരിക്കുക, എൻ്റെ സന്തോഷം നിങ്ങൾ കുടികൊള്ളണം, അത് വർദ്ധമാനമാകണം. ലോകത്തിൻ്റെ ദൃഷ്ടിയിലെ ഏതാനും ദിവസങ്ങളിലേക്കും വർഷങ്ങളിലേക്കും ഒരു കാലയളവിലേക്കുമുള്ള സന്തോഷമല്ല, തലമുറകളിലേക്ക് നീങ്ങുന്ന ദൈവത്തിൻ്റെ നമ്മെക്കുറിച്ചുള്ള കരുതൽ. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള കരുതൽ നാം ആഘോഷിച്ച ഒരു തിരുനാൾ ക്രിസ്മസ് കഴിയുന്നതേ ഉള്ളൂ. ലോകത്തില് ഈ ക്രിസ്മസിന്റെ ആഘോഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും നമുക്ക് നൽകുന്ന ഒരു ഉറപ്പും, ദൈവം നമ്മുടെ രൂപത്തിൽ നമ്മോടൊപ്പം ചരിത്രത്തിൽ ജനിച്ചു, ജീവിച്ചു എന്നതാണ്. ഇതെല്ലാം ദൈവം ചരിത്രത്തിൽ പൂർത്തിയാക്കുന്നത് ഒരു കാരണവശാലും മനുഷ്യന് ഈ ദൈവത്തെ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കാതെ പോകരുത്. He should not be lost in between. ഇതിൻ്റെ ഇടയിൽ അവന് സത്ത എന്താണെന്ന് തിരിച്ചറിയാൻ, സത്യം എന്താണെന്ന് ബോധ്യപ്പെടാൻ സാധിക്കാതെ പോകരുത്. ദൈവം നൽകുന്ന പ്രവൃത്തികൾ നമ്മുടെ രക്ഷയ്ക്കായിട്ടാണ്.
ചിലപ്പോൾ നാം ദൈവത്തെ വേദനയുടെ മധ്യത്തിൽ അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കാതെ വരുമ്പോൾ നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അങ്ങനെ എന്താ ദൈവം എന്നോട് ഇത് ചെയ്തു, വൈ ഹാവ് യു ഡൺ ടു മീ, നീ എന്താണ് ഇങ്ങനെ എന്നോട് ചെയ്തതെന്ന് നമ്മൾ മനസ്സിൽ കരുതാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ എന്നും സ്ഥായിയായി നിൽക്കുന്നത് നമ്മുടെ രക്ഷയാണ്. അപ്പൊ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സന്തോഷം, നിങ്ങൾക്കുണ്ടാകേണ്ട ദൈവത്തിൻ്റെ സന്തോഷം, നിങ്ങളുടെ ജീവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിചാരം, അത് സമൃദ്ധമായി ഉണ്ടാകാനുള്ള അവിടുത്തെ ആഗ്രഹം, നിങ്ങളുടെ നാശത്തിനല്ല നിങ്ങളുടെ രക്ഷയ്ക്കായി അവിടുന്ന് നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ചതിൻ്റെ കാരണം, ഇതെല്ലാം ചേർത്ത് വെച്ച് നിങ്ങൾക്ക് ഒരു പുതിയ നിയോഗം, തലമുറകളിലേക്ക് വളരുന്നതിനുള്ള നിയോഗം ദൈവം നിങ്ങൾക്ക് നൽകുകയാണ്. വി ആർ ഗോയിങ് ടു ബി മാരീഡ് എന്ന് നിങ്ങൾ പലരെയും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിലടങ്ങിയിരിക്കുന്ന യഥാർത്ഥ സത്ത ഇതാണ്: ഞങ്ങളെ തലമുറകൾക്ക് മാതാവും പിതാവുമായി ദൈവം വിളിക്കുന്നു. ഇതൊന്നും നിങ്ങൾക്ക് പറയാൻ സാവകാശം കിട്ടിക്കാണത്തില്ല, വിശദീകരിച്ച് പറയാൻ. The Lord is calling us to be the mother and father of generations. തലമുറകൾക്ക് അമ്മയായും അപ്പനായും ദൈവം ഞങ്ങളെ വിളിക്കുന്നു. ഞങ്ങൾ യേസ് പറയുന്നു. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞൊരു മറുപടി നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അവൻ്റെ വിവാഹത്തിൻ്റെ ഒരുക്കമായപ്പോൾ അവന് സ്നേഹിച്ച പെൺകുട്ടി മറ്റൊരു സമുദായത്തിലെ കുട്ടിയാണ്. അപ്പോൾ ഈ മകൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഒന്നാമത്തെയും അവസാനത്തെയും ആലോചന നടത്തുന്ന ഒരാളുണ്ട്. ആ ആളിനോട് ചോദിക്കാതെ എനിക്ക് പറയാൻ കഴിയില്ല. മാത്രവുമല്ല, ഞാൻ ഒന്നാമത്തേതും അവസാനത്തേതുമായി ആലോചന ചോദിക്കുന്ന ആളിനോട് നീയും ആലോചന ചോദിക്കുകയും സമ്മതം വാങ്ങിക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ വിവാഹ ജീവിതം പൂർണ്ണമാവുകയുള്ളൂ. അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരാൻ പാടില്ല. ആ മകൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഒന്നാമത്തെ അവസാനത്തെ ആലോചന കർത്താവായ യേശു ക്രിസ്തുവിനോടാണ്. നീയും അതുപോലെ കർത്താവിനോട് ആലോചന ചോദിക്കുന്നവളും കർത്താവിൻ്റെ വാക്ക് അന്തിമമായി സ്വീകരിക്കുന്നവളുമാണ് എങ്കിൽ എനിക്ക് സമ്മതമാണ്. അപൂർവങ്ങളിൽ അപൂർവമായി നമ്മൾ കേൾക്കുന്ന നിങ്ങൾക്കൊരു കഥയായിരിക്കും ഞാൻ ഈ വിവാഹം ആശീർവദിച്ചതുകൊണ്ട്. എനിക്ക് കഥയല്ല, അവൻ്റെ ജീവിതമാണ്. അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു, വളരെ വിശ്വസ്തരായി ജീവിക്കുന്നു. അവനേക്കാൾ വിശ്വസ്തയായി സഭയുടെ കാര്യങ്ങളിൽ വളരെ താല്പര്യത്തോടുകൂടി ആ മകൾ ജീവിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിത്യമായ സന്തോഷമുണ്ടാക്കാൻ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് സഹായിക്കാൻ കഴിയും. നിത്യജീവൻ തരാൻ അവർക്ക് കഴിയും. അവരങ്ങനൊക്കെ അവകാശപ്പെട്ട് നിങ്ങളുടെ മുമ്പിൽ നിന്ന് കാണും, പക്ഷെ അവർക്ക് തരാൻ കഴിയില്ല. ദൈവത്തിന് മാത്രമേ കഴിയൂ. നിങ്ങൾ വിവാഹിതരാകുന്നു എന്ന് പറയുമ്പോൾ പരമമായ ഈ സത്യം നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം. The first and last word to be pronounced is your God's name. അത് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഒരു പ്രതിബന്ധവും നിങ്ങളെ സ്പർശിക്കില്ല. No obstacle will block your way. ഒരു തടസ്സവും നിങ്ങളെ പൂർണ്ണമായി ദൈവബന്ധത്തിൽ നിന്ന് അകറ്റുകയും. പൗലോസ്ലീഹ അതിന്റെ പാരമ്യത്തിലാണ് പറയുക, പട്ടിണി, നഗ്നത, വാള്, മരണം, ഈ ബന്ധനം ജയിലിൽ കിടന്നുകൊണ്ടാണ് പറയുന്നതെന്ന് ഓർക്കുക. ഇതൊന്നും കർത്താവായ യേശു ക്രിസ്തുവുമായുള്ള എൻ്റെ ബന്ധത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ കഴിയുകയില്ല. Nothing can separate me from the love of Christ. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനോട് ഈ അവിഭക്തമായ ബന്ധം ആവശ്യമുണ്ട്.
ലോകത്തിൻ്റെ ഫാഷനും ലോകത്തിൻ്റെ വാഗ്ദാനങ്ങൾക്കും ഒരു പരിമിതിയുണ്ട് എന്ന് നിങ്ങൾ ഒരു ദിവസം നേരത്തെ അറിഞ്ഞാൽ അത്രയും നിങ്ങൾക്ക് സന്തോഷം വർദ്ധിക്കും. ലോകം കാണിക്കുന്ന ആകർഷണീയമായ പരസ്യമൊന്നും സത്യമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ എത്ര വർഷം ലാസ്റ്റ് ചെയ്യണമായിരുന്നു. ഗ്യാരണ്ടി പീരീഡിൻ്റെ പകുതി പോലും നിലനിൽക്കുകയില്ലല്ലോ. അപ്പോൾ ജീവിതത്തിൽ അതൊന്നും ഇറ്റ്സ് ഓൾ ഫോർ പബ്ലിസിറ്റി. ബട്ട് വാട്ട് മാറ്റേഴ്സ് ഈസ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് യുവർ ലോർഡ്. കർത്താവ് ആ ബന്ധം തന്നു കഴിഞ്ഞു, നിങ്ങളിൽ ആ ബന്ധം നിക്ഷേപിച്ചു കഴിഞ്ഞു. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിരൂപം കൊള്ളുന്നതിന് മുൻപ് നിന്നെ ഞാൻ അറിയുന്നുവെന്ന് സജിനോടും ആനിനോടും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈവൻ ബിഫോർ യുവർ ബർത്ത്, ഈവൻ ബിഫോർ യു വർ കൺസീവ്ഡ്, ദ ലോർഡ് നോസ് യു. നിങ്ങളെ അറിയുന്ന ദൈവം, ആ ദൈവത്തിൽ നിങ്ങൾ പ്രത്യാശയോടെ ജീവിക്കണം. നിങ്ങൾ ഒരുമിച്ച് ഒരു കുടുംബം ആരംഭിക്കുകയാണ്. നമ്മുടെ 2 കുടുംബങ്ങൾ, അനുഗ്രഹീതമായ 2 കുടുംബങ്ങളിൽ നിന്ന് നിങ്ങളൊരു പുതിയ കുടുംബം തുടങ്ങുകയാണ്. ഈ കുടുംബം കർത്താവിനോട് ചേർന്ന് തുടങ്ങുന്നതിന് ക്രിസ്തീയ പ്രമാണം, തിരുസഭയുടെ നിബന്ധനകൾ അനുസരിച്ച് ജീവിക്കാം എന്ന് ചോദിച്ചാൽ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അതിന് സമ്മതം പറഞ്ഞു, സാക്ഷികൾ അത് കേട്ടു. അതിൻ്റെ വലിയ അനുഗ്രഹങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഏറ്റവും അധികം പ്രതിബന്ധങ്ങൾ, ഏറ്റവും അധികം ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങൾ വന്ന് നിൽക്കുന്നത് കുടുംബജീവിതത്തിൻ്റെ മേലാണ്. ഇപ്പോഴും നമുക്കത് കാണാം. അതിൻ്റെ റൂട്ട് കോസ്, അടിസ്ഥാന കാരണം അന്വേഷിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. എന്താ? സ്വാർത്ഥതയാണ്. സെൽഫി വളർന്ന് സെൽഫിഷ്നെസ്, അല്ലെങ്കിൽ സെൽഫിഷ്നെസ്സിൻ്റെ ഷോർട്ട് ഫോം മറ്റേതായി മാറിയിട്ടുണ്ട്. സ്വാർത്ഥതയാണ് വിവാഹ ജീവിതത്തിൻ്റെ പ്രതിബന്ധങ്ങളിൽ ഒന്നാമത്തേത്. I am not able to understand the other one. അവൾ എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഭാഷ മനസ്സിലാകുന്നതാണ് സ്നേഹത്തിൻ്റെ ആഴം ഗ്രഹിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാന അളവുകോൽ. ഭാഷ മലയാളമാണോ ഇംഗ്ലീഷാണോ എന്നല്ല, ഒരു നോട്ടത്തിൽ ഭാഷകളെ അതിജീവിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇല്ലേ? ദഹിച്ചു പോകുന്ന നോട്ടമല്ല ഞാൻ ഉദ്ദേശിച്ചത്, നോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന ഭാഷ എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെതാണ്. അത് നിങ്ങൾ പരിചയപ്പെട്ട് ആഴപ്പെടണം. എന്താണ് പലപ്പോഴും നമ്മെ സംസാരിക്കാതെ ഇരിക്കുന്നതിന് പ്രേരിപ്പിക്കുന്ന ഘടകം? ആര് തുടങ്ങണം, അല്ലേ? അവിടെ ഇവിടെയായി കുറച്ച് മുതിർന്ന മാതാപിതാക്കൾ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ, സമയം കിട്ടണമല്ലോ, നിങ്ങൾ എപ്പോഴെങ്കിലും മറ്റുള്ളവർ കേൾക്കാതെ അവരോട് ചോദിക്കണം, എങ്ങനെയാണ് 60 വർഷം 55 വർഷമൊക്കെ ഒരുമിച്ച് കുടുംബമായി ജീവിച്ചതെന്ന്. അമ്മച്ചി സൈക്കോളജി ക്ലാസ്സിന് പോയിട്ടില്ല, അപ്പച്ചൻ MBA പാസ്സായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അണ്ടർസ്റ്റാൻഡിങ്? എങ്ങനെ നടന്നു? അവിടെ ശബ്ദമൊന്നും ഉയർന്നില്ല എന്ന് തെറ്റിദ്ധരിക്കില്ലേ? അവിടെ ശബ്ദകോലാഹലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അടുത്ത നിമിഷം ആരും ഓർഡർ ചെയ്യാതെ കാപ്പി, ചായ, എന്താണ് വേണ്ടത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അടുക്കളയിൽ നിന്ന് വരുന്നത്. ആണ് ചായക്കോപ്പയിലെ യുദ്ധം എന്ന് കേട്ടിരിക്കുന്നതാണ്. എല്ലാ വിഷയവും അവിടെ പരിഹരിക്കപ്പെടുകയാണ്. ഇതങ്ങനല്ല. പുതിയ ലോകത്ത് എന്താ? എല്ലാം ഗൂഗിൾ പേയും എല്ലാം ഇൻസ്റ്റന്റ് ഓർഡറിങ്ങും, അതേസമയം സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്ന കാര്യവും. ഇനി എനിക്ക് മിണ്ടണ്ട ആരോട്. മിണ്ടണ്ട എന്ന് വെച്ചാൽ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ കോൺവെർസേഷൻ ആൻഡ് ഡയലോഗ്. പിന്നെ എങ്ങനെ ജീവിക്കും? അതുകൊണ്ട് നിങ്ങൾ കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ ഒബ്സ്റ്റക്കിൾ ഒന്നേ ഉള്ളൂ, സെൽഫിഷ്നെസ്.
അത് നിങ്ങളെ ബാധിക്കാതെ പരിശുദ്ധാത്മാവ് കാത്തു പരിപാലിക്കട്ടെ. അത് നിങ്ങളുടെ 7 അയലോക്കത്ത് വരാൻ പാടില്ല. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്നെങ്കിൽ നിങ്ങൾ ഓർത്തോണം, അവൻ പുതിയ രൂപത്തിലും ഭാഷ്യത്തിലും വരുന്നതാണ്. പിശാച് എങ്ങനെ വരുമെന്ന് കരുതി നിങ്ങൾ പിശാചിന്റെ പഴയ ഫോട്ടോ, അത് സിംഗിൾ ഫോട്ടോയോ ഗ്രൂപ്പ് ഫോട്ടോയോ എടുത്ത് പരിശോധിച്ചാലൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. പിശാച് പഴയതുപോലെ മനുഷ്യനെ പേടിപ്പിക്കുന്ന രൂപത്തിൽ വാലും തലയൊക്കെ വ്യത്യാസപ്പെട്ട് വരത്തില്ല. പിശാച് വരുന്നത് ഏറ്റവും പുതിയ ഐഫോണിന്റെ രൂപത്തിലാണ്. നമ്മൾ ഒന്ന് നോക്കിയാൽ വാങ്ങിച്ചു പോകുന്ന സാധനങ്ങളുടെ പേരിലാണ്. കൃത്യമായി നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ പരുവപ്പെടുത്തുക. സ്വാർത്ഥത നിങ്ങളെ ബാധിക്കാതെ ഇരുന്നാൽ ഏത് വിഷയവും ക്ഷമിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഏത് വിഷയവും നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ആ ഒരു തുറവിയുണ്ടെങ്കിൽ എല്ലാ വിഷയങ്ങളും പരിഹരിക്കപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞ ഗണത്തിലെ അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഉണ്ടല്ലോ, അത് അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും, വിഷയങ്ങളില്ലാതിരുന്നിട്ടൊന്നുമല്ല, മുകളിലോട്ട് നോക്കാൻ പിന്നീടൊരു ഭയമായതുകൊണ്ട് വിഷയങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടതാണ്. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കേണ്ടി വരുമല്ലോ സന്ധ്യയ്ക്ക് എന്നത് അവരെ കുറെ കൂടി ബന്ധത്തിലേക്ക് കൊണ്ടുവന്നതാണ്. നിങ്ങൾ ഒരുമിച്ച് ദൈവത്തെ വിളിക്കുന്നവരാകണം. ദൈവത്തെ വിളിച്ചാൽ പോരാ, ഒരുമിച്ച് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാകണം. ജീവിതത്തിൻ്റെ നന്മയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ കൂടുതൽ ശക്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ 2 കുടുംബങ്ങളും നമ്മുടെ സഭയ്ക്ക് വളരെ പ്രിയപ്പെട്ട 2 കുടുംബങ്ങളാണ്. ഈ കുടുംബങ്ങൾ നമുക്ക് തരുന്ന ഒരു നല്ല ബന്ധവും സന്തോഷവും, അതിൽ നിന്നാണ് നിങ്ങൾ ഇത് കണ്ടും കേട്ടും പഠിച്ച് വളർന്നവരാണ്. ഈ സഭയുടെ ആത്മാവിനെ അറിയാവുന്ന ഷെജിനും ആനുമാണ് പുതിയ കുടുംബമായിട്ട് രൂപപ്പെടുക. വില്യംസിന്റെയും അലക്സാണ്ടറിന്റെയും ഭാര്യമാരെ വിട്ടുകളഞ്ഞതല്ല, ഈ സഭയോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന 2 കുടുംബങ്ങളിൽ നിന്ന് നിങ്ങൾ പുതിയ കുടുംബമാകുമ്പോൾ അതിൻ്റെ തീവ്രതയും അതിൻ്റെ ഊഷ്മളതയും വർദ്ധിക്കണം. സഭയോട് അടുത്തു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ വിവാഹം ആശീർവദിക്കാൻ വന്നു എന്നുള്ളത് അതിൻ്റെ ഏറ്റവും പരിമിതമായ ഒരു സാക്ഷ്യമെന്നേ ഉള്ളൂ. നിങ്ങളുടെ ദൈവത്തോടുള്ള നിങ്ങളുടെ ബന്ധം കുറ്റമില്ലാത്തതായി നിങ്ങൾ സൂക്ഷിക്കണം. അതാണ് നിങ്ങളുടെ ജീവിതത്തെ ബലപ്പെടുത്താൻ പോകുന്ന പ്രധാന ഘടകം. അപ്പോൾ ഈ ജീവിതത്തിൽ നിങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇവർ 2 പേരും സഭയുടെ കെട്ടുപണിയിൽ വളരെ കരുതലോടുകൂടി പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. പ്രിയപ്പെട്ട ശ്രീ അലക്സാണ്ടർ നമ്മുടെ ദേവാലയ നിർമ്മാണ സമയത്തൊക്കെ ഞാൻ ഇവിടെ കൂടെ വരുമ്പോൾ ഈ ദേവാലയ നിർമ്മാണത്തുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസവും മിക്കവാറും എല്ലാ നേരവും ഈ പള്ളിയുടെ പണിയുമായി ബന്ധപ്പെട്ട് ഇവിടെയൊക്കെ തന്നെയുണ്ട്. ആ കുടുംബം ഈ ഇടവകയോട് ചേർന്ന് നിൽക്കുന്ന കുടുംബമാണ്. ഇത് വലിയ ഒരു അനുഗ്രഹമുണ്ട്. അപ്പോൾ ആ ഒരു ബന്ധം നിങ്ങളെ സ്വാധീനിക്കണം. വില്യംസ് ഇവിടെ ഇടക്കാലത്ത് ബഹറിലെ ശുശ്രൂഷ, ബഹറിൽ ജോലി ചെയ്യുമ്പോൾ അവിടെയുള്ള സമയത്ത് സഭാബന്ധവും ആവേശവും, ചില സമയത്ത് ആവേശം കൂടിയത് കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത്രയും വേണ്ട, 2 ഡിഗ്രി കുറച്ചിട്ടാൽ മതി എന്ന്. അതിനും സമാധാനം ഞാൻ പറയേണ്ടി വരുമല്ലോ. അവിടെ വൈദികരില്ലാത്തത് കൊണ്ട് വൈദികരുണ്ടാകണമെന്ന് ആഗ്രഹിച്ച് വലിയ താല്പര്യത്തോടു കൂടി എപ്പോഴും നിസ്സാരമായ കാര്യമല്ല. ഇന്ന് സഭയെ വിമർശിക്കാനും പുരോഹിതരെ വിമർശിക്കാനും ഒക്കെ ഉള്ള വലിയ ആയുധങ്ങൾ എടുക്കുമ്പോൾ ഈ പള്ളിയെ താങ്ങി നിർത്താൻ ചില ആത്മാക്കൾ ഉണ്ടാകണം എന്നത് സ്വാർത്ഥതയല്ല, അത് സ്വാഭാവികമായ ഒരു ബന്ധത്തിൻ്റെ ഒരു ആവശ്യകതയാണ്. അങ്ങനെയുള്ള ഈ കുടുംബത്തിൽ നിന്ന് നിങ്ങൾ ഷെജിനും ആനും ഒരു പുതിയ കുടുംബമായി രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. നിങ്ങൾ ഇതിൻ്റെ ഈ 2 കുടുംബങ്ങളുടെയും സഭയോടുള്ള ബന്ധത്തിൻ്റെ ആഴവും ഊഷ്മളതയും തീവ്രതയും
നിങ്ങളുടെ കുടുംബത്തെ കാണാൻ കഴിയണം. ദേവാലയത്തിലെ ശുശ്രൂഷകളിൽ നിങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കണം, പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുടുംബത്ത് പ്രാർത്ഥനയുണ്ടാകണം. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് എൻ്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുക, അവിടുത്തെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് ഒരുമിച്ച് പറയാൻ കഴിയുന്ന പ്രാർത്ഥനയുടെ ഒരു ബന്ധമുണ്ടാകണം. അവസാനമായി, നിങ്ങൾ ഈ കുടുംബജീവിതം ഏറ്റെടുക്കുന്ന സമയത്ത് കുടുംബജീവിതത്തിലെ പ്രതിബന്ധങ്ങളിൽ ക്ലേശിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ഹൗ ടു പ്രൊസീഡ്, ദേ ആർ നോട്ട് ഷുവർ. അവരല്ല നിങ്ങളുടെ മാനദണ്ഡം. ക്ലേശങ്ങൾക്കിടയിലും സന്തോഷത്തോടെ കരം പിടിച്ച് മുൻപോട്ട് പോകുന്ന, ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറയിൽ നിന്ന് കൊണ്ടുപോകുന്ന, സമ്പത്തില്ലെങ്കിലും ദാരിദ്ര്യത്തിലാണെങ്കിലും പ്രത്യാശയിൽ കണ്ണുകൾ തിളങ്ങുന്ന ആളുകളായിരിക്കണം നിങ്ങളുടെ മാതൃക. സ്വാർത്ഥത കൊണ്ട് വിവാഹ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകളെ മോഡലാക്കി എടുക്കേണ്ട. ജീവിതത്തിലേറെ ക്ലേശങ്ങൾക്കിടയിലാണ് ജീവിക്കുന്നതെങ്കിലും അവരുടെ കണ്ണുകളിൽ തിളക്കമുണ്ട്, അവർ ഒരുമിച്ച് നിൽക്കുന്നു. സാരമില്ല, കർത്താവ് നടത്തും, ഇത്ര നടത്തിയല്ലോ എന്ന് പറയുന്നവരുടെ വാക്കിന് വില കൊടുക്കണം. ദൈ മീൻ ഇറ്റ്. അവരെ കൂട്ടുപിടിക്കണം, അവരുടെ കൂടെ നടക്കണം. നിങ്ങളെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തും. ഞാൻ ആശീർവദിക്കുന്ന വിവാഹ ഉദാശയിൽ ഒരു കൽപ്പന കൊടുത്താണ് വിടുന്നത്. ഇത്ര നേരം പറഞ്ഞത് ഉപദേശം. ഇനിയുള്ള കൽപ്പന എന്ത് ചെയ്യണം? കൽപ്പന അനുസരിക്കണം. അത് വില്യംസും അലക്സാണ്ടറും അനുസരിച്ചാൽ പോരാ, നിങ്ങൾ അനുസരിക്കണം. നിങ്ങൾ ജീവിതത്തിൽ സമ്പത്ത് ഇനി കൈകാര്യം ചെയ്യും ഒരുമിച്ച്. ഇത്രയും കാലം രണ്ട് കുടുംബങ്ങളിൽ നിങ്ങൾ കുടുംബമായി അവർ മാതാപിതാക്കളോട് ചേർന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി നിങ്ങൾ ഒരുമിച്ച് ഒരു കുടുംബമായി കാര്യങ്ങൾ ചെയ്യും. നിങ്ങളൊരു കുടുംബമായി നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് ഡിസൈൻ ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്നും അവസരമില്ലാത്ത കുറച്ച് മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുണ്ട്. അവരെക്കുറിച്ച് എന്താ നമുക്കൊരു ഡിസൈൻ കൊടുക്കാൻ? സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ എന്ന വേദപുസ്തകഭാഗം വായിച്ചിട്ട് അവർ നിങ്ങളെ ഒന്ന് നോക്കിയാൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ കരുണയുള്ളവരായിരിക്കും. അപ്പൊ കരുണ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് നിങ്ങളും നിങ്ങളുടെ ദൈവവും തമ്മിൽ മാത്രം ആലോചിച്ചാൽ മതി. നിങ്ങളും നിങ്ങളുടെ ദൈവവും തമ്മിൽ ആലോചന ഉണ്ടാകണം. അപ്പൊ അതിന് ആരെയാണ്? പള്ളിയുടെ രജിസ്റ്റർ എടുത്ത് പരിശോധിക്കണമല്ലോ. ഇവിടുത്തെ ഏറ്റവും പാവപ്പെട്ടത് ആരാണെന്ന് ആവശ്യമില്ല. ഏറ്റവും അർഹിക്കുന്ന ആളിനെ ദൈവം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. ആളിന്റെ ജാതിയും മതവും ഒന്നും ചോദിക്കണ്ട. He or she is the one that the Lord wants you to help them. ദൈവം സഹായിക്കാൻ ആഗ്രഹിക്കുന്നവരെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ അവരാണ് ദൈവത്തിന്റെ കാരുണ്യം അർഹിക്കുന്ന ഏറ്റവും ഒന്നാമത്തെ ആളുകൾ എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. ലിസ്റ്റ് വെച്ചാണ് ദൈവം നമ്മെ അനുഗ്രഹിച്ചിരുന്നെങ്കിൽ നമ്മുടെ സ്ഥാനം ലിസ്റ്റിൽ എവിടെയാകുമായിരുന്നു? Treat them as God's choice. അപ്പോൾ നിങ്ങൾ കൃത്യമായി ദൈവത്തിൻ്റെ നാമത്തിൽ കാരുണ്യ പ്രവൃത്തികൾ നിർബന്ധമായി ചെയ്യാൻ കടപ്പെട്ടവരാണ്. ഈ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരും. 10 വർഷം കൂടുമ്പോൾ ചെയ്യുന്ന ഒരു ജീവകാരുണ്യ പ്രവൃത്തിയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളെല്ലാ സമയത്തും നിങ്ങൾക്ക് ഒരു സന്തോഷ അവസരം ഉണ്ടാകുന്നു. ഡു സംതിങ് ഇൻ മെമ്മറി ഓഫ് ദാറ്റ് ടു ദ ലീസ്റ്റ് ആൻഡ് ടു ദ ലോസ്റ്റ്. അത് നിങ്ങൾ നിശ്ചയിക്കുക. ഒരു കാര്യം ഗ്യാരണ്ടി ഞാൻ പറയാം, അതിൻ്റെ പേരിൽ നിങ്ങൾക്കുള്ള അനുഗ്രഹം വളരെ വലുതായിരിക്കും. നിങ്ങൾ ദാനം ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് യാതൊരു പ്രതിസന്ധിയും ഉണ്ടാകാൻ പോകുന്നില്ല, ഒരു നഷ്ടവും ഉണ്ടാകാൻ പോകുന്നു. കാരുണ്യം ചെയ്യുക. അധർമ്മങ്ങളും അപകടങ്ങളും അസ്വസ്ഥതകളും നിങ്ങളെ സ്പർശിക്കില്ല. ദൈവത്തോട് ചേർന്ന് നിൽക്കുക. അവിടുന്ന് കരുണാമയനാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, ഗോഡ് ഹിസ് നെയിം ഈസ് മേഴ്സി. അവൻ്റെ നാമം കരുണയെന്നാണ്.
ആ ദൈവം നിങ്ങളെ കൂട്ടിയോജിപ്പിച്ചു. ആ കരുണയിൽ നിങ്ങൾ ചേർന്ന് നിൽക്കുക. ആ ആലോചനയിൽ ദൈവത്തിൽ പ്രത്യാശ വെച്ച് പോകുമ്പോൾ ഏറ്റവും പാവപ്പെട്ടവർക്ക് അർഹമായത് കരുണയിൽ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ വിവാഹം ആശീർവദിക്കുന്നതിൽ വലിയ സന്തോഷം, വലിയ അഭിമാനം. പ്രിയപ്പെട്ട വില്യംസും പ്രിയപ്പെട്ട അലക്സാണ്ടറും നമ്മുടെ ഈ സഭയ്ക്ക് നൽകുന്ന വലിയ സഹായങ്ങൾക്ക്, വലിയ പ്രോത്സാഹനത്തിനും കൂട്ടായ്മകൾക്കും എല്ലാം പ്രത്യേകം ദൈവത്തോട് നന്ദി പറയുകയും രണ്ട് കുടുംബങ്ങളിലെയും അതിഥികളായും സ്നേഹിതരായും ക്ഷണിതാക്കളായും വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും സർവശക്തൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കും. എന്നേക്കുമായി ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെടുന്നു. വാനിൽ നിന്നോരു മകുടം കർത്തൻ കയ്യാൽ ഇറങ്ങി മണവാളന് ശ്രേഷ്ഠ ചാര്യൻ അണിയിക്കും മകുടം രമ്യം. വൈദിക Mensmayo soya hunohis lahasnoyoil klilo diris kohano soye berisi മഹിതാചാര്യൻ വാനിൽ നിന്നോരു മകുടം കർത്തൻ കയ്യാൽ ഇറങ്ങി മണവാളന് ശ്രേഷ്ഠ ചാര്യൻ അണിയിക്കും മകുടം രമ്യം. കർത്താവിനെ നീതിയുടെ കിരീടം അണിയിക്കുകയും അനശ്വരതയുടെ അലങ്കാരങ്ങളാൽ വിഭൂഷിതനാക്കുകയും ശത്രുവിന്റെ സർവശക്തിക്കും എതിരായി അജയ്യമായ ആയുധം നിന്നെ
ധരിപ്പിക്കുകയും ചെയ്യട്ടെ. വാനിൽ നിന്നോരു മകുടം കർത്തൻ കൈയാൽ ഇറങ്ങി മണവാട്ടിയെ ശ്രേഷ്ഠ ചാര്യൻ അണിയിക്കും മകുടം രമ്യം. വൈദിക Lakal soyoil klilo duris kogano soyen barisho Mahitajain വാനിൽ നിന്നോരു മകുടം കർത്തൻ കൈയാൽ ഇറങ്ങി മണവാട്ടിയെ ശ്രേഷ്ഠ ചാര്യൻ അണിയിക്കും മകുടം രമ്യം. നീതിയുടെ കിരീടവും അനശ്വരതയുടെ മോഹനീയ അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി അർപ്പിച്ചുകൊണ്ട് ആയുഷ്കാലം മുഴുവൻ സന്തോഷിക്കുവാൻ നിനക്ക് സംഗതിയാകട്ടെ. സ്ലീബായുടെ ഈ ചിഹ്നം ആശീർവദിക്കപ്പെടുന്നു. Slibai,
മനുഷ്യ ജീവിതത്തിൽ ഇഷ്ടം തോന്നുന്ന കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തുഷ്ടനായി നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ മണവാളനായ മിശിഹാ തമ്പുരാൻ തന്റെ യഥാർത്ഥ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മിശിഹാ തന്റെ സഭയിൽ സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും അന്യോന്യം സന്തോഷിക്കുവാൻ ഇടയാകട്ടെ. കരുണയുള്ള തന്റെ വലതു കൈ നിങ്ങളുടെ മേൽ ആവസിപ്പിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കട്ടെ. സമാധാന ദൂതൻ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. പിശാചിന്റെ ചതിയിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. മാരകമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങൾ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസാക്കിലും, ഇസാക്ക് യാക്കോബിലും, യാക്കോബ് യൗസേപ്പിലും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂമിയിൽ നിറയുവീൻ എന്ന് നോഹയോടും മക്കളോടും കൽപ്പിച്ചുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ച വാഴ്വ് നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസാക്കിനും യാക്കോബിനും കൊടുത്ത അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്ത് നിന്ന് മഞ്ഞും മഴയും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വ സൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. എൻ്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് യാക്കോബ് തൻ്റെ പുത്രനായ യൗസേപ്പിന് നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ഐശ്വര്യങ്ങളാലും സമ്പാദ്യങ്ങളാലും സൗഭാഗ്യങ്ങളാലും ദൈവം നിങ്ങളെ സമ്പന്നരാക്കട്ടെ. മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാൻ സീനായി മലയിൽ ഇറങ്ങിയ മഹോന്നതനായ ദൈവം നിങ്ങളെയും നമ്മുടെ ഈ സംഘത്തെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി അർപ്പിക്കാം. ഏതൻ തോട്ടവിധാതാവേ നീയാണൻ യുവമണവാളൻ, സുഖകരമാം നിൻ ഉദ്യാന കുളിർതന്നൽ വീശിക്കന്മേ. ശ്രീവായാലവകാശധനം പിടകളാൽ മുക്തിയുമേകി സ്വർഗേയൻ മണ്ണവരതീർത്തു നിന്റെ ദാവാൻ ക്ഷണമേകി. നാളും മാസവുമാണ്ടും ഞാൻ പാപപ്പാഴിരുളിൽ പോക്കി നിൻ ജീവധ്വനി കേട്ടപ്പോ കണ്ണു തെളിഞ്ഞാനന്ദീശേ. നിന്നുടെ ആർദ്രതയേറും വാതിൽ തുറന്നീ യാചന കേട്ടി ആത്മാക്കൾ കൃപ ചൊരിയേണമേ.
ദമ്പതികൾ തന്നാമം ചൊല്ലി ആശിസേകണം തേജോലോകത്തിവരുടെ കാലം വാഴ്വാർ നീടണം. നാഥാദാസ കിന്നരമേന്തി സ്തുതി പാടിടാനായി ഇവരുടെ വദനമുദിക്കും ഗാനം വാഴ്ത്തിയിടണമേ നീ. പ്രിയ സഹോദരങ്ങളെ, നാം ഏവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ അവസരത്തിൽ വിശ്വാസികളെ ഗുണദോഷിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സത്പ്രവർത്തികളിൽ തൽപരരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം സ്വീകരിച്ചിട്ടുള്ളതും ബഹുമാനരായ പൂർവികന്മാർ നമ്മെ ഫലമേൽപ്പിച്ചിട്ടുള്ളതും ആണ്. മക്കളെ, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സിംഹാസനമായ ബലിപീഠത്തിൻ്റെയും സ്ലീബായുടെയും വിശുദ്ധ ഏവൻഗേലിയോന്റെയും ഈ സമൂഹത്തിൻ്റെയും മുൻപാകെയാകുന്നു എന്ന് പ്രത്യേകം ശ്രദ്ധിപ്പീൻ. മനോഗതങ്ങൾ അറിയാത്തവൻ്റെ അല്ല, അറിയുന്നവൻ്റെ സന്നിധിയിൽ അത്രേ നിങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ മുതൽ ഞാൻ നിങ്ങളെ അന്യോന്യം പരമേൽപ്പിക്കും. എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിങ്ങൾ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുന്ന പക്ഷം ഞാൻ അതിൽ കുറ്റമില്ലാത്തവനായിരിക്കും. പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും സമൃദ്ധമായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയും ദൈവമാതാവുമായ പരിശുദ്ധ കന്യകമറിയാമിൻ്റെയും നമ്മുടെ കർത്താവിനെ സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും കൂടി അവൾ അവൻ്റെ അടുക്കൽ പെരുമാറണം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. വിവാഹ കൂദാശ ഇവിടെ സമാപിക്കുന്നു. നമ്മുടെ സഭയിലെ ഏറ്റവും പുതിയ കുടുംബമാണ് സജിൻ്റെയും ആൻ്റെയും കുടുംബം. പുതിയ കുടുംബത്തിന് എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. ഇവിടെ നിങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹിതർ, ക്ഷണിക്കപ്പെട്ട വന്നിട്ടുള്ളവർ, നമ്മുടെ സഭയിലെ ബഹുമാന്യരായ പുരോഹിതർ, സഹോദരി സഭകളിലെ ബഹുമാനപ്പെട്ട വൈദികർ, എല്ലാവരെയും നിങ്ങൾ ക്ഷണിക്കുകയും അവർ സന്തോഷത്തോടുകൂടി ഇവിടെ എത്തുകയും ചെയ്തു. അവരെല്ലാവരുടെയും നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവിധമായ അനുഗ്രഹങ്ങളും അഭിനന്ദനങ്ങളും സന്തോഷപൂർവ്വം ഞാൻ നേരുന്നു. ദൈവം നിങ്ങളെ എന്നും കാത്ത് പരിപാലിക്കട്ടെ. അവിടുത്തെ കരുണയുടെ അടയാളമായി നിങ്ങളുടെ കുടുംബം എന്നും ജീവിക്കുന്നതിന് പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുദാശയിൽ വന്ന് സംബന്ധിച്ച നിങ്ങൾക്കെല്ലാവർക്കും പുതിയ വർഷത്തിൻ്റെ ഈ പ്രാരംഭ ദിനങ്ങളിൽ തന്നെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും നേരുന്നു.
പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ തകർന്നു പോകാതെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നതിന് ഈ പുതിയ വർഷത്തിൻ്റെ ഈ തുടക്കം അനുഗ്രഹീതമായ പ്രാർത്ഥനയുടെ ബലം നിങ്ങൾക്കെല്ലാവർക്കും അതിൻ്റെ പ്രചോദനം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ വിവാഹോദാശയിൽ സംബന്ധിച്ച എല്ലാവരെയും ദൈവത്തിൻ്റെ കാരുണ്യവും അവിടുത്തെ അനുഗ്രഹവും അറിയിക്കുന്നു. ഇപ്പോൾ സമാപന ആശീർവാദം നൽകും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഈ കൂദാശയിൽ സംബന്ധിച്ച നിങ്ങളെ ഓരോരുത്തരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായി നിങ്ങളുടെ മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ ബലഹീനവും കുറവുകളുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നത സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയും ആക്കി തീർക്കണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ പുത്രമല്ല ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ ശരണമേ എന്നേക്കും നിനക്ക് സ്തുതി. പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ വധുവും വരനും രജിസ്റ്ററിൽപ്പെടുന്നു. സാക്ഷികളും വരുന്നു. ഈ വിഭാഗം ആശീർവദിക്കുന്നതിന് വേണ്ടി മലങ്കര കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ ക്ലിമീസ് കാതോലിക്ക ബാബ തിരുമനസ് തന്നെ നേരിട്ട് എത്തി ഈ വിഭാഗം ആശീർവദിച്ചു. പിതാവിന് ഇരു കുടുംബങ്ങളുടെയും പേരിലുള്ള പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം പിതാവിനോടൊപ്പം തന്നെ കോറപ്പിസ്കോപ്പമാരായ വർക്കി ആറ്റുപുറത്ത് കോറപ്പിസ്കോപ്പ, തോമസ് കയ്യാലക്കൽ കോറപ്പിസ്കോപ്പ, ചാമക്കാല റമ്പാച്ചൻ, മറ്റ് വൈദിക ശ്രേഷ്ഠർ, മറ്റ് വിവിധ സഭകളുടെ സഹോദര സഭകളുടെ പ്രിയപ്പെട്ട വൈദികർ ഏവരുടെയും സാന്നിധ്യം ഇരു കുടുംബങ്ങളുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. പിതാവ് വളരെ തിരക്ക് ഉള്ള സമയമായിട്ടും ഇന്ന് ഇവിടെ വന്ന് ഇരു കുടുംബങ്ങളുടെയും പേരിലുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ഇന്ന് പിതാവ് ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ രണ്ട് മക്കൾക്കും ഇന്ന് ഒരു കൽപ്പന കൊടുക്കുകയുണ്ടായി. ഈ കൽപ്പന അന്ന് തന്നെ മനസ്സമ്മതവുമായി ബന്ധപ്പെട്ട് തന്നെ ഈ കുടുംബങ്ങൾ അത് നടപ്പാക്കി. അന്ന് ഭവനത്തിന് സ്ഥലമില്ലാത്ത ഒരു കുടുംബത്തിന് ഈ കുടുംബം വില്യംസും കുടുംബവും അവർക്ക് ഒരു വീട് പണിയുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ഥലം കൊടുക്കുകയുണ്ടായി. എന്നാൽ പിതാവ് പറഞ്ഞ വിഷയം അക്ഷരാർത്ഥത്തിൽ തുടക്കത്തിലേ നടപ്പാക്കിയ കുടുംബങ്ങളാണ്. അതുപോലെ തന്നെ പിതാവ് ഇന്ന് വളരെ തിരക്ക് പിടിച്ചിട്ടും ഈ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ആശീർവദിക്കുന്നതിനും കടന്നു വരുന്നതിനും കാട്ടിയ താൻ മനസ്സിന് ഇരു കുടുംബങ്ങളുടെയും പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഒപ്പം ബഹ്റിനിൽ വന്ന വർഗീസ് അച്ഛൻ അടക്കമുള്ള പ്രിയപ്പെട്ട എല്ലാ വൈദിക ശ്രേഷ്ഠർക്കുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. Forever seems like a long time, but nothing seems like a long time when I am with you. I feel like I'm walking on water since the day that I asked your father to let go of his daughter. So give me your blessing, sir. I'll give her all that I've got. It doesn't look like much, but it sure feels like a lot. Let her take my heart and take my hand. Take my heart and take my hand. Take my heart and take my hand again and again. Right
The sunset, but there's still a glow. I feel it when we're dancing slow. As sure as the tide comes and goes, forever I promise you'll know. I love you, I love you, I love you, I love you. I love you, I love you, I love you, I love you. I love you, I love you, I love you, I love you. I love you, I love you, I love you, I love you. I love you,